തിരുവനന്തപുരം ചാല സഭാവതി സ്ട്രീറ്റിൽ മാലിന്യ കൂമ്പാരം കൊണ്ട് ഒരു വഴി തന്നെ ഇല്ലാതായി. കടയിൽ നിന്നൊക്കെയുള്ള മാലിന്യം വഴിയിൽ തള്ളിയതോടെ ദുരിതത്തിലായത് 50ഓളം കുടുംബങ്ങളാണ്. പരാതിയൊക്കെ കൊടുത്തു വർഷങ്ങൾ പിന്നിട്ടു. പരിഹാരമൊന്നും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സുനിഷ അയലൂർ കാട്ടിത്തരും അവിടുത്തെ കാഴ്ച. തിരുവനന്തപുരത്തെ ഹൃദയഭാഗമായ ചാലയിലെ സഭാവതി സ്ട്രീറ്റിലേക്ക് എത്തിയാൽ അതിലും ദയനീയമായ സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപക്ഷെ മൂത്രത്തിന്റെ നാറ്റം കൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പോലും പറ്റില്ല. ആ രീതിയിലാണ് വഴിയിലേക്ക് നടക്കേണ്ടത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കാണുന്ന ഇതൊരു വഴിയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ഒരാൾപ്പൊക്കത്തിൽ തന്നെ ഇപ്പോൾ വേസ്റ്റ് ഇട്ട് അത് നീണ്ടുപോകും. നമുക്ക് ഈ ഒരു ഭാഗം മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്ത് വശം നോക്കിയാൽ പോലും അത്രയധികം വേസ്റ്റുകൾ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ഈ ചാലയിലെ പല വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള വേസ്റ്റ് ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് അകത്തോട്ട് ഏകദേശം ഒരു 50ഓളം വീടുകൾ ഇതിനകത്തോട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വേസ്റ്റ് ഇത് ഒരുപാട് കാലമായി ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്. ഒരുപാട് കാലമല്ല, 2-3 വർഷത്തിനകത്തായിട്ടേ ഉള്ളൂ. അതുവരെ ഞങ്ങൾക്കത് പൊതുവഴിയായിരുന്നു, നടക്കാനൊക്കെ ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു. അതുവഴി ഞങ്ങൾക്ക് വെളിയിലിറങ്ങായിരുന്നു. ഇതിപ്പം ഈ ബിൽഡിംഗ് പ്രശ്നമാണ്, ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞ് കണ്ടിട്ടാണ് ഇവിടെ വേസ്റ്റ് ഇതിങ്ങനെ ആക്കിയത്. അതിനുശേഷമാണ് വേസ്റ്റ് ഇടാൻ തുടങ്ങിയത്. ഇതിവിടെ ഈ കമ്പി അടിച്ചതിന് ശേഷമാണ് ഓരോരുത്തർ വേസ്റ്റ് ഇടാൻ തുടങ്ങിയത്. കുഞ്ഞുങ്ങളടക്കമുള്ളതാണ്, ചെറിയ കുട്ടികളടക്കം വഴി പോകുന്ന ഇടം കൂടിയാണ് ഈ പറയുന്ന ഈ ബിൽഡിംഗ്. നേരത്തെ ഗാന്ധി ഹോട്ടലായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ, ഗാന്ധി ഹോട്ടലായിരുന്നു അത്. പിന്നീട് അത് പ്രവർത്തനരഹിതമായി. പക്ഷേ ഇത് ബാങ്ക് ജപ്തി ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടന്നതാണ്. പക്ഷേ ഈ ബിൽഡിംഗ് ഇപ്പോൾ ഈ കാലഹരണപ്പെട്ടുകൊണ്ട് ഇത് ഏത് നിമിഷവും നിലംപതിക്കാമെന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അതും വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്നു. അതിനിടയിലാണ് ഈ ബിൽഡിങ്ങിനകത്തൊക്കെ തന്നെയും ഇത് നിലം പതിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വേസ്റ്റ് ഇട്ട് ആളുകൾ ഇവിടേക്ക് വേസ്റ്റ് ഇടുന്നത് എന്നൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ചേച്ചി, ഇതിന്റെ അകത്തേക്ക് എത്ര വീടുകൾ ഉണ്ടാവും സാർ? 50 വീടുകളും ഉണ്ട്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം ഒലിച്ചങ്ങ് വരും. എല്ലാ കുട്ടികൾക്കൊക്കെ ചൊറിച്ചില്, എപ്പോഴും അസുഖങ്ങളൊക്കെയാണ് ഇവിടെയുള്ള കുട്ടികൾക്ക്. പക്ഷെ നമ്മളൊന്നും പറഞ്ഞാലാരും അത് സ്വീകാര്യമല്ല. അപ്പോൾ ഇത് പുറത്തുനിന്നുള്ളവർ നമുക്ക് എപ്പോഴും വന്നിരുന്ന് നോക്കാൻ പറ്റില്ല. കാണുന്ന സമയത്തൊക്കെ നമ്മൾ പറയല് തൂക്കാൻ പോലും ഇപ്പം ആരും വരുന്നില്ല. ഇതാണ് പ്രധാന ചോദ്യമായി വരുന്നത്. ഇവരെന്ത് ചെയ്യുമെന്നുള്ളതാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 50ഓളം വീടുകളുണ്ട്. ചെറിയ കുട്ടികളടക്കം വഴി പോകുന്ന ഇടം കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു വേസ്റ്റ്, ഒപ്പം തന്നെ ഈ ഏത് നിമിഷവും വീണേക്കാവുന്ന ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുമുള്ളത്. അത് കോർപ്പറേഷനിൽ പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു മറുപടിയോ നടപടിയോ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ തദ്ദേശ വകുപ്പ് അടക്കം ഈ വേസ്റ്റ് ഈ പൊതുവഴിയിൽ നിക്ഷേപിക്കാതിരിക്കാനുള്ള വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. ജനുവരി 1 അത് പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന് പറയുന്നു. പക്ഷേ ഏതൊക്കെ രീതിയിൽ രോഗം പടരുമെന്നുള്ള ഭീതിയിലാണ് ഇവിടെയുള്ളവർ താമസിക്കുന്നത്. അതിനുകൂടി ഈ പറയുന്നത് പോലെ തദ്ദേശ വകുപ്പ് വലിയ വലിയ പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൂടി കൃത്യമായ മറുപടി നൽകാനും നടപടിയെടുക്കാനും തയ്യാറാകണമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ് സുനിഷ അയലൂർ പറഞ്ഞതുപോലെ, പദ്ധതി ഉണ്ടായാൽ പോരാ, അതിന്റെ പ്രയോജനം ജനത്തിന് കിട്ടണം. അത്രയേ ഉള്ളൂ.